ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഫയാ അയ്യുഹന്നാസ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിതഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. വേളം പഞ്ചായത്ത് SYF കമ്മിറ്റി നടത്തുന്ന ഈ മീലാദ് പരിപാടിയിൽ പ്രാർത്ഥന നിർവഹിച്ച സയ്യിദ് ഉമർ തങ്ങൾ, ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന EK അബ്ദുള്ള മുസ്ലിയാർ, സ്വാഗതം ആശംസിച്ച യൂസുഫ് മുസ്ലിയാർ, പ്രഭാഷണം നിർവഹിക്കുന്ന അബ്ദുള്ള വഹബി, നന്ദി നിർവഹിക്കുന്ന യൂനുസ് വഹബി തുടങ്ങി ഈ പരിപാടിയുടെ സംഘാടകരും പരിപാടിയിൽ സംബന്ധിക്കുന്നവരുമായ പ്രമുഖ വ്യക്തികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഈ പവിത്രമായ റബീഉൽ അവ്വൽ മാസത്തിലെ പരിപാടികളും കഴിഞ്ഞ റമദാൻ മാസത്തിലെ പരിപാടികൾ പോലെ തന്നെ ഇവിധം ഓൺലൈനായും മറ്റും നടത്താൻ നാം നിർബന്ധിതരായിരിക്കുകയാണ്. കോവിഡിൻ്റെയും തുടർന്നുള്ള നിയന്ത്രണങ്ങളുടെയും പ്രതിസന്ധിയും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ സാരമായ മാറ്റങ്ങൾ വരുത്തിയ കൂട്ടത്തിൽ ഇത്തരം പരിപാടികളെയും അത് ബാധിച്ചു വന്നത് സ്വാഭാവികം മാത്രം. ഏതായാലും ഇவ்விധമൊക്കെയെങ്കിലും നമുക്ക് ഈ രാജ്യത്ത് നമ്മുടേതായ പ്രബോധന പരിപാടികൾ നടത്താൻ കഴിയുന്നു എന്നത് തന്നെ ആശ്വാസകരവും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹവുമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാസമായ റബീഉൽ അവ്വൽ വിവിധ പരിപാടികൾ പ്രാദേശികമായും സംസ്ഥാന തലത്തിലും സംഘടനാപരമായും മഹല്ല് തലത്തിലുമെല്ലാം സംഘടിപ്പിക്കപ്പെടുന്ന കൂട്ടത്തിൽ വേളം പഞ്ചായത്ത് SYFും ഇങ്ങനെ ഒരു മീലാദ് പരിപാടി നടത്തുന്നത് സന്ദർഭോചിതം തന്നെ സന്തോഷകരവും. അള്ളാഹു ഇതിൻ്റെ സംഘാടകർക്ക് അർഹമായ ജസാ നൽകുമാറാവട്ടെ. അവരുടെ പ്രവാചക സ്നേഹം അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാവട്ടെ. നീതിയുടെ പ്രവാചകർ എന്നതാണ് ഈ സമ്മേളനത്തിൻ്റെ പ്രമേയം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീതിയുടെ മാനദണ്ഡമാണ്. അള്ളാഹു നീതിയുടെ മാനദണ്ഡമായാണ് അവൻ്റെ സമ്പൂർണ്ണ ദീനിനെയും ആ ദീനുമായി വന്ന അന്ത്യപ്രവാചകർ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും നിശ്ചയിച്ചിരിക്കുന്നത്. നീതിയുടെ ത്രാസ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ശരീഅത്തിന്, ഇസ്ലാം ദീനിന് നാമം തന്നെ. മീസാൻ അല്ലാ തത്വഉ ഫിൽ മീസാൻ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് ആരംഭ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം ചെയ്ത ദീനിനെ കുറിച്ചാണ്. ഇത് നീതിയുടെ ത്രാസാണ്. സന്തുലനം, ഏറ്റക്കുറച്ചിലുകളില്ലാതെ പൂർണ്ണതയുടെ എല്ലാ ഗുണങ്ങളുടെയും സന്തുലനം, എല്ലാ പൂർണ്ണതയുടെയും സന്തുലനം. ഇത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശാരീരിക പ്രകൃതിയിലും അവിടുത്തെ സ്വഭാവ പ്രകൃതങ്ങളിലും അവിടുത്തെ ദീനിൻ്റെ എല്ലാ വശങ്ങളിലും നിയമങ്ങളിലും നമുക്ക് വ്യക്തമായി കാണുവാനും തിരിച്ചറിയുവാനും സാധിക്കും. ആദരവുറ്റ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുൻപ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരും ദൂതന്മാരും വിവിധ സ്വഭാവക്കാരാണ്, വിവിധ പ്രകൃതക്കാരാണ്. എല്ലാം നന്മയുടെ പ്രകൃതം തന്നെ. പക്ഷേ ആ നന്മയുടെ പ്രകൃതത്തിൽ ചില പ്രകൃതങ്ങളിൽ ഏറി നിൽക്കുന്നവരും കവിഞ്ഞു നിൽക്കുന്നവരും അതിനനുസാരമായി മറുവശത്ത് കുറച്ചിലുകളും പ്രവാചകന്മാരിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഉദാഹരണമായി ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം പോലുള്ളവർ ഉലുൽ അസ്മുകളിൽപ്പെട്ട ഈ രണ്ടു മഹാപ്രവാചകന്മാർ തന്നെ ഇതിന് വലിയ ഉദാഹരണമാണ്. കാർക്കശ്യത്തിൻ്റെയും ഗൗരവത്തിൻ്റെയും ശിദ്ധത്തിൻ്റെയും കാര്യത്തിൽ
പ്രകൃതത്തിൽ ഉയർന്നു നിൽക്കുന്ന ഈ രണ്ടു പ്രവാചകന്മാർ ഉലുൽ അസ്മുകളിൽ ഒരു വശത്ത്, ഇതിന് മറുവശത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം എന്നിവർ റഹ്മത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഭാഗം കവിഞ്ഞു നിൽക്കുന്ന, മുന്തി നിൽക്കുന്ന പ്രകൃതക്കാരായ രണ്ടു പ്രവാചകന്മാർ. ഈ രണ്ടു വശത്തിൻ്റെയും നടുവിലായാണ് ഉലുൽ അസ്മുകളിലും ശ്രേഷ്ഠരായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിലകൊള്ളുന്നത്. നബി മാത്രമല്ല, നബിയോടൊപ്പം നബിയുടെ അനുചരന്മാരായി വർത്തിക്കുവാനും നബിയുടെ വിശ്വാസത്തിൻ്റെ തിരുവെളിച്ചം ഹൃദയത്തിൽ അവിടുത്തെ സഹവാസം കൊണ്ട് തന്നെ ലഭ്യമാകുവാനും ഭാഗ്യമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിമാരെയും അല്ലാഹു തആല ഈ വിധം മൊത്തമായി വർണ്ണിച്ചിട്ടുണ്ട്. അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. ഗൗരവത്തെയും കാഠിന്യത്തെയും അതിൻ്റേതായ ഇടത്തിൽ വർത്തിക്കുന്നവരും അതേസമയം കാരുണ്യവും വാത്സല്യവും സ്നേഹവും അർഹിക്കുന്നവരോട് അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൂടെയുള്ള അനുചരന്മാരുമെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ പ്രകൃതത്തിൽ തന്നെ ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുവശത്തു നിന്നും മാറി സന്തുലനത്തിൻ്റെ, നീതിയുടെ പര്യായമായി സമ്പൂർണതയായി നിലകൊള്ളുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അവതീർണമായ പരിശുദ്ധ ദീനിൻ്റെയും സമ്പൂർണ്ണ ദീനിൻ്റെയും നിലപാട് ഇതുതന്നെയാണ്. നീതിയുടെ ത്രാസാണ് ആ ശരീഅത്ത്. അതുകൊണ്ടുതന്നെ നീതിയുടെ പ്രവാചകർ എന്ന ഈ സമ്മേളനത്തിന് നിശ്ചയിക്കപ്പെട്ട പ്രമേയം വളരെ പ്രസക്തവും പ്രാധാന്യമർഹിക്കുന്നതുമാണ്. ഇന്ന് ലോകത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതും നീതിയാണ്, ധർമ്മമാണ്. നീതിയും ധർമ്മവും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുവെന്നത് തന്നെയാണ് ദീനിനും സമൂഹത്തിനും രാഷ്ട്രങ്ങൾക്കും മറ്റെല്ലാ സംവിധാനങ്ങൾക്കും പറ്റിയിട്ടുള്ള തകരാറുകൾ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു രാഷ്ട്രത്തിന് ആ രാഷ്ട്രത്തിലെ പൗരന്മാർക്കെതിരിൽ നീതിയുടെ നിഷേധം സർവഥാ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു ആരോപണവും ഒരു ന്യൂനതയുമാണ്. അതേപോലെ തന്നെയാണ് നീതിയുടെ അഭാവം എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ആദരവുറ്റ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നീതിയുടെ പ്രവാചകരായി പ്രത്യേകം വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ്. പക്ഷേ ഒരു വസ്തുതയുണ്ട്. നീതി എന്ന് പറയുമ്പോൾ നാം വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന മധ്യമ നിലപാട് എന്ന് അതിനെ നാം മനസ്സിലാക്കിക്കൂടാ. ഓരോന്നും അർഹിക്കുന്ന രീതിയിലാണ് അതതിനോടുള്ള നീതി. പാമ്പിനോടും തേളിനോടും അതുപോലെ ഹിംസ്ര ജന്തുക്കളോടും അതില്ലാത്ത പാവം ജന്തുക്കളോടും ഒരേ വിധം പെരുമാറണമെന്നത് നമ്മൾ മനസ്സിലാക്കുന്ന നീതിയിൽ ചിലപ്പോൾ നീതിയായി തോന്നും. പക്ഷേ ഇങ്ങനെയല്ല അള്ളാഹുവിൻ്റെ നീതി. അള്ളാഹുവിൻ്റെ നീതി അവൻ സൃഷ്ടിച്ച ഓരോ സൃഷ്ടികളെയും അവനാണല്ലോ കൂടുതൽ അവൻ്റെ സൃഷ്ടികളെക്കുറിച്ച് അറിയുക. ആ നിലക്കു തന്നെ ഓരോ സൃഷ്ടികളും അർഹിക്കുന്ന വിധം അവയോട് പെരുമാറുകയും അവയോട് സമീപനം നിശ്ചയിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് അള്ളാഹുവിൻ്റെ നീതി. ആണും പെണ്ണും സമത്വം, ഇതുപോലെ എല്ലായിടത്തും സമത്വം, ഇതൊക്കെ സുന്ദരമായ മുദ്രാവാക്യങ്ങളാണ്, നല്ല നല്ല വാദങ്ങളാണ്, നല്ല നല്ല മുദ്രാവാക്യങ്ങളാണ്. പക്ഷേ ഇവിടെ നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് സർവശക്തനായ റബ്ബ് ആണിനെ ആണായി സൃഷ്ടിച്ചതിലും പെണ്ണിനെ പെണ്ണായി സൃഷ്ടിച്ചതിലും നീതിയുടെ ഒരു താല്പര്യമുണ്ടല്ലോ. അവ രണ്ടും സംയോജിക്കുന്നതിലാണ് അവിടെ സന്തുലനം. ഇതുപോലെ തന്നെയാണ് പരസ്പര വിരുദ്ധങ്ങളായ സ്വഭാവങ്ങളെയും പ്രകൃതങ്ങളെയും വ്യക്തികളെയും എല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് അവയെല്ലാറ്റിനും ഇടയിൽ സംയോജിപ്പിച്ചുകൊണ്ട് ഉണ്ടായിരിക്കേണ്ട ഒരു മഹത്തായ സന്തുലനമാണ് യഥാർത്ഥത്തിൽ നീതി. ആ നീതി നമുക്ക് മനസ്സിലാവുക അള്ളാഹുവും അവൻ്റെ തിരുദൂതരും എങ്ങനെ വിധിച്ചുവോ ആ വിധിയിലാണ് ആ നീതിയുടെ വസ്തുതയും അതിൻ്റെ പൂർണ്ണതയും നമുക്ക് ബോധ്യപ്പെടുക. ഇതുകൊണ്ടാണ് നീതിയുടെ പ്രവാചകർ എന്നിടത്ത്
നീതിയുടെ മാനദണ്ഡം തന്നെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നു നാം പ്രത്യേകം മനസ്സിലാക്കണമെന്ന് ഞാൻ സൂചിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങനെ വർത്തിച്ചുവോ, അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങനെ സംസാരിച്ചുവോ, അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങനെ പെരുമാറിയോ, അതാണ് യഥാർത്ഥത്തിൽ നീതി. ഈ നീതി പലപ്പോഴും ഇത് മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് അരോചകമായി തോന്നും. ഉദാഹരണമായി, നിഷേധികൾക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനിൻ്റെ നീതി ബോധ്യപ്പെടുകയില്ല, ദീനിൻ്റെ വിധികളുടെ നീതിയും ബോധ്യപ്പെടുകയില്ല. അവർക്കവിടെ ഏറ്റക്കുറച്ചിലുകൾ ആരോപിക്കുവാൻ കഴിയും, അസമത്വങ്ങൾ അവർ ദീനിനെതിരെ ആരോപിക്കും. നബിയുടെ ചില പ്രകൃതങ്ങളിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുനൈൻ മക്ക ഫത്ഹ് ചെയ്ത ശേഷം മക്ക ആരംഭ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മനാട്, ഈ ജന്മനാടിൽ ജീവിക്കാൻ കഴിയാതെ, ദീൻ പ്രബോധനം ചെയ്യാൻ കഴിയാതെ, ദീൻ വിശ്വസിച്ച ആളുകൾക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പോലും, കഅബയുടെ പരിസരത്ത് നിസ്കരിക്കാൻ പോലും സാധിക്കാതെ വേളയിലാണ് പലായനവും ഹിജറയും ഉണ്ടായത് എന്ന് നമുക്കറിയാം. അങ്ങനെ നബിയും സ്വഹാബാക്കളും ബഹിഷ്കൃതമായ നാടാണ് മക്ക. ഈ മക്കയെ 6-7 വർഷത്തിനു ശേഷം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു പിടിക്കുമ്പോൾ, ഇസ്ലാമിൻ്റെ അധീനത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമാധാനപരമായി കൊണ്ടുവരുമ്പോൾ, ആ മക്കം ഫത്ഹ് കഴിഞ്ഞ ഉടനെ ആരംഭ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീങ്ങിയത് ഹുനൈനിലേക്കാണ്. ആ ഹുനൈനിലെ സംഭവത്തിന് ശേഷം വളരെ വലിയ സമ്പത്ത് ഹുനൈനിൽ നിന്നും സമരാർജിതമായി വനീമത്തായി ലഭിച്ചു. ഈ വനീമത്ത് സ്വത്തുക്കൾ മക്കയിൽ ആ ഫത്ഹുമായി ബന്ധപ്പെട്ട് മാത്രം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾക്ക്, ഖുറൈശി പ്രമുഖന്മാർക്കും ഖുറൈശികളായി നിഷേധികളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ ധാരാളം കാലം ജീവിച്ചിട്ടുള്ള ആളുകൾക്കും, അപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന പുതുവിശ്വാസികളെന്ന ആ മുസ്ലിമത്തുൽ ഫത്ഹിൽ ഇസ്ലാമിൽ വന്നവർ എന്ന പേരിൽ പ്രത്യേകം വിവരിക്കപ്പെടുന്ന ആ ആളുകൾക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീതം വെച്ചു നൽകി. എന്ന് വെച്ചാൽ, സമ്പത്തിന് വേണ്ടിയാണെങ്കിൽ സമ്പത്ത് ഇഷ്ടം പോലെ തരാൻ നിങ്ങൾക്കെനിക്കൊരു മടിയുമില്ല, അള്ളാഹുവിൻ്റെ ദീനിന് അതൊരു പ്രശ്നമല്ല, നിങ്ങൾക്കിഷ്ടം പോലെ സമ്പത്ത് ഇസ്ലാമിൻ്റെ പേരിൽ ലഭിക്കും, അതൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല, നിങ്ങളുടെ സമ്പത്ത് വാരിക്കൂട്ടാനല്ല അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധകരായി, പ്രവാചകരായി ഞാൻ നിയുക്തരായത് എന്ന ആ വസ്തുത ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുറൈശികൾക്ക് ആ വനീമത്ത് സ്വത്തിൽ നിന്ന് ഇഷ്ടം പോലെ കൊടുക്കുന്ന ഒരു സംഭവമുണ്ടായി. ഈ വേളയിൽ ഖുറൈശികൾക്ക് ഇത്ര തന്നെ കൊടുത്തതിനെ ചൊല്ലി അൻസാരികൾ ചെറിയ പ്രയാസം വന്നു. ആ അൻസാരികളിൽ ചിലർ പ്രയാസം വന്നപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് വസ്തുത മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി അവരെ പ്രത്യേകം സമ്മേളിപ്പിച്ച് അവരോട് സംസാരിച്ചു. നിങ്ങൾക്ക് എന്നെ പോലെയോ, ഞാൻ നിങ്ങളോടൊപ്പമാണ്, എൻ്റെ ശരീരം നിങ്ങളാണ് കൊണ്ടുപോകുന്നത്, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നത് നിങ്ങൾക്കാണ്, സമ്പത്തൊക്കെ മറ്റുള്ളവർ കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലക്ഷ്യവും ആ വിതരണത്തിൻ്റെ സാങ്കത്യവും അപ്പോഴത്തെ പ്രസക്തിയും അവർക്ക് ബോധ്യപ്പെട്ടു. അവർ അതിൽ യാതൊരുവിധ അതൃപ്തിയും പിന്നീട് രേഖപ്പെടുത്തിയില്ല. ഈ വേളയിൽ ഒരാൾ, ദുൽഖുവൈസറത്ത് തമീമി എന്ന് പറയുന്ന ആൾ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അപ്പോൾ പറഞ്ഞ ഒരു വാചകം സ്വഹീഹുൽ ബുഖാരിയും മറ്റും ഉദ്ധരിച്ചത് കാണാം. യഅ്ദിൽ യാ മുഹമ്മദ്, മുഹമ്മദ് നിങ്ങൾ നീതി പാലിക്കണം എന്ന്. അപ്പോൾ ആരംഭ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഹിതം വെപ്പിൽ, വനീമത്തിൻ്റെ ഓഹരിപ്പിൽ നീതി പാലിച്ചില്ല എന്ന് നിഷേധിയായ അദ്ദേഹത്തിന് തോന്നി. ആരംഭ നബി ആ സമയത്ത് ചോദിച്ചത്, ഞാൻ നീതി പാലിച്ചില്ലെങ്കിൽ ഫമൻ യഅ്ദിലു, മറ്റാരാണ് നീതി പാലിക്കാനെന്ന് ആരംഭ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗൗരവത്തിൽ ചോദിക്കുന്നത് കേട്ടപ്പോൾ ഇയാൾ ശരിയല്ലെന്ന് ബോധ്യപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ വെട്ടാം തങ്ങൾ അനുവദിച്ചാൽ എന്ന്. അള്ളാഹുവിൻ്റെ റസൂൽ ആ സമയത്ത് പറഞ്ഞ ഒരു വാചകമുണ്ട്, അദ്ദേഹത്തിൻ്റെ മുതുകിൽ നിന്നും അദ്ദേഹത്തിൽ നിന്നും പിൻതലമുറയിൽ ഒരു കൂട്ടം ആളുകൾ വരാനിരിക്കുന്നുണ്ട്. അവർ ഖുർആൻ വായിക്കുന്നവരും ഓതുന്നവരുമാണ്,
ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുന്നവരാണ്, നമസ്കാരം വർദ്ധിപ്പിക്കുന്നവരാണ്. പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും അവരുടെ ഈമാൻ അവരുടെ തൊണ്ടക്കുഴി വിട്ടുകിടക്കുന്നില്ല. ആ വിധം അവർ ഈമാനിൽ നിന്ന് അകലെയാകുന്നു. അത്തരം ഒരു കൂട്ടം ആളുകൾ വരാൻ പോകുന്നുണ്ട് ഇവരുടെ മുതുകിൽ നിന്ന് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചു. ഇദ്ദേഹത്തിൻ്റെ മുതുകിൽ നിന്നും വന്ന ആളുകൾ ഇസ്ലാം ദീനിൽ തന്നെ ഉള്ള, ദീനിൻ്റെ അകത്തു തന്നെ മുസ്ലിം സംഘത്തിൽ തന്നെയുള്ള ബിദ്അത്തിൻ്റെയും പുത്തനാശയങ്ങളുടെയും ആളുകളായിരുന്നു എന്ന് ചരിത്രം പിന്നീട് രേഖപ്പെടുത്തുന്നുണ്ട്, അടയാളപ്പെടുത്തുന്നുണ്ട്, സമർത്ഥിക്കുന്നുണ്ട്. ഇരിക്കട്ടെ, ഈ നിഷേധിക്ക് ആ സമയത്ത് തോന്നിയത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീതി പാലിച്ചില്ല എന്നാണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പെരുമാറ്റത്തിലോ പ്രവൃത്തിയിലോ നീതികേട് ആരോപിക്കുന്നവരുണ്ടാകും. അള്ളാഹുവിൻ്റെ ദീനിൽ നീതി നിഷേധം ആരോപിക്കുന്നവരുണ്ടാകും. അകത്തുള്ളവരിലും ഇസ്ലാമിന് പുറത്തുള്ളവരിലും അങ്ങനെ ആളുകളുണ്ടാകും. ഇവരൊക്കെ നീതിയെ മനസ്സിലാക്കുന്നതിൽ, യഥാർത്ഥ നീതി എന്താണെന്ന് വ്യവഹരിക്കുന്നതിൽ, നിർവചിക്കുന്നതിൽ അവർക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. കാരണം ഓരോ സംഗതിയോടും അതർഹിക്കുന്ന വിധത്തിൽ പെരുമാറുകയും അതർഹിക്കുന്ന വിധം അതിനെ അതിൻ്റെ യഥാസ്ഥാനത്ത് വെക്കുകയും ചെയ്യുക എന്നതാണ് നീതി. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പാമ്പിനെയും തേളിനെയും കടിക്കുന്ന ഉറുമ്പിനെയും കൊതുകിനെയും ഇതൊന്നും ചെയ്യാത്ത ജന്തുക്കളോടും പ്രാണികളോടും രണ്ടും അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ലേ, രണ്ടും ജീവിക്കാൻ അവകാശമുള്ളതല്ലേ, രണ്ടും അള്ളാഹുവിൻ്റെ പടപ്പല്ലേ, അല്ലെങ്കിൽ പ്രകൃതിയുടെ ജന്തുക്കളല്ലേ, ജീവികളല്ലേ എന്ന് വിധി എഴുതിക്കൊണ്ട് ഇവക്കിടയിൽ സമത്വം അതുപോലെ സന്തുലനം ആവശ്യപ്പെടുകയും വേണമെന്ന് താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നതിന് യാതൊരു നീതീകരണവുമില്ല. ഉപദ്രവ ജീവികളും ഉപകാരപ്പെട്ട ജീവികളും ഇത് രണ്ടുമില്ലാത്ത ജീവികളുമെല്ലാം ഒരേ വിധമല്ല. അവ ഓരോന്നിനോടും അവ അർഹിക്കുന്ന വിധമാണ് പെരുമാറേണ്ടത്. ഇவ்விധമാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീതി നടപ്പാക്കിയത്, നീതി പ്രബോധനം ചെയ്തത്, നീതി പ്രകാശനം ചെയ്തത്, നീതി പഠിപ്പിച്ചത്. ഇതാണ് സ്രഷ്ടാവായ യജമാനനായ അള്ളാഹുവിൻ്റെ നീതി. അവൻ്റെ സൃഷ്ടികൾക്കിടയിൽ ഉണ്ടായിരിക്കേണ്ട നീതി അവ ഓരോന്നും എങ്ങനെയാണോ ആ വിധത്തിലാണ് അവയോട് പെരുമാറേണ്ടതെന്നും അവയെ യഥാവിധം യഥാസ്ഥാനത്താണ് വെക്കേണ്ടതെന്നും ഓരോന്നും യഥാസ്ഥാനത്ത് വെക്കാതിരിക്കുന്നതാണ് അനീതിയും അക്രമവുമെന്നുമാണ് ദീനിൻ്റെ സങ്കല്പവും ദീനിൻ്റെ പ്രഖ്യാപനവും. ഈ പ്രഖ്യാപന പ്രകാരം നാം നീതിയെ വസ്തുതാപരമായി വസ്തുനിഷ്ഠമായി യഥാവിധമായി മനസ്സിലാക്കിയാൽ ആ നീതി അള്ളാഹുവിൻ്റെ പ്രവാചകരിൽ വ്യക്തമായും വളരെ കൃത്യമായും ശക്തമായും തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പൂർണ്ണമായി നമുക്ക് വായിക്കാനാവും. അവരുടെ ശരീരപ്രകൃതിയിലും അങ്ങനെയാണ്. ആരംഭ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട മരുമകൻ പുതിയാപ്പിള അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യും തൻ്റെ കയ്യും ചേർത്ത് പിടിച്ചുകൊണ്ട്, രണ്ട് കയ്യും ഒപ്പം പിടിച്ചുകൊണ്ട്, സമത്തിൽ ഈ രണ്ട് കയ്യും നിൽക്കുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആദരവുറ്റ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കഫി വ കഫു അലിയിൻ ഫിൽ അദ്ലി സവാ. എൻ്റെയും അലിയാരുടെയും കൈകൾ നീതിയുടെ കാര്യത്തിൽ സമമാകുന്നു എന്ന്. ആരംഭ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ മിതമായ കൈയാണ്, നീതിപൂർവമായ കൈയാണ്. ആ കൈ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയിലും പ്രയോഗങ്ങളിലും നീതിയാണ് എന്നതിലുപരി ആ ശാരീരിക പ്രകൃതിയിലും നീതിയാണ്. അതായത് വലുപ്പ് കുറവോ വലുപ്പത്തിൻ്റെ ഏറ്റമോ ഇല്ലാതെ കൃത്യമായ ഒരു ഒത്ത ആൾക്ക് വേണ്ട ഒത്ത കൈയാണ് ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ആരംഭ നബിയുടെ ശരീരപ്രകൃതം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കാറുണ്ടല്ലോ, അധികം നീളമുള്ളവരോ കുറിയവരോ അല്ലാത്ത ഒത്ത ഒരാളാണ്. ഒത്ത ഒരാൾ, ഒത്ത ഒരു വർണ്ണം, ഒത്ത വണ്ണം, എല്ലാം ശാരീരിക പ്രകൃതിയിൽ സമ്പൂർണ്ണതയുടെ കൃത്യമായ നീതിയുടെ കൃത്യമായ മാനദണ്ഡമായാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ശരീരപ്രകൃതി ഒരുക്കിയിരിക്കുന്നത്. അതേവിധം തന്നെയാണ് അവിടുത്തെ പ്രകൃതവും അവിടുത്തെ പ്രവർത്തനങ്ങളും പ്രകൃതങ്ങളും വാക്കുകളും എല്ലാം ചേർന്നതാണല്ലോ തിരുസുന്നത്ത്. ഈ തിരുസുന്നത്ത് കൃത്യമായും ഇസ്ലാമിൻ്റെ പ്രകാശനമാണ്, ദീനിൻ്റെ പ്രകാശനമാണ്. ദീനും സുന്നത്തും എന്നത് പര്യായപദങ്ങളായി നമുക്ക് മനസ്സിലാക്കാം. ആ സുന്നത്തിൻ്റെ കൃത്യത, ദീനിൻ്റെ കൃത്യത
ഇത് നീതിയുടെ തന്നെ കൃത്യതയാണ്, നീതിയുടെ മാനദണ്ഡമാണ് ആദരവുറ്റ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രവാചകരുടെ ആ നീതിനിഷ്ഠമായ ജീവിതവും തിരുസുന്നത്തും കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും വിലയിരുത്തുകയും അതിൻ്റെ കൃത്യത ലോകത്ത് ആവും വിധം ബോധ്യപ്പെടുത്തുകയും അതിനെതിരെ ശബ്ദങ്ങളും വിമർശനങ്ങളും ആരോപണങ്ങളും ഉണ്ടാകുമ്പോൾ അവയെ യഥാവിധം കൈകാര്യം ചെയ്യുകയും ചെയ്യാൻ നമുക്ക് സാധിക്കണം. വിശേഷിച്ച് പ്രബോധകന്മാർക്ക് സാധിക്കണം. ഇത് മനസ്സിലാക്കാനും പഠിക്കാനും പറ്റുന്ന ഒരു പഠന വിഷയമായി നാം ഇതിനെ കാണണം. അതിന് നിങ്ങളുടെ ഈ പ്രമേയം പ്രചോദകമാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.